ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഒരു ചിക്കൻ കറിയുടെയും അതുപോലെ തന്നെ ഗീ റൈസിൻ്റെയും ഒരു സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറച്ച് ഡേയ്സ് മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ്. അപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ കാരണം ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് ഇത് ഞാൻ ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ചിക്കൻ കറി, ഒരു സിമ്പിളായിട്ടുള്ള ചിക്കൻ കറി വെക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ പാൻ എടുത്തു, അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉലുവ ഇട്ടു. പിന്നീട് വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ തന്നെ ഗ്രീൻ ചില്ലിയും കൂടി ഒന്ന് ക്രഷ് ചെയ്തത് വെളിച്ചെണ്ണയ്ക്കകത്ത് മൂപ്പിച്ചു. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വേണ്ട സവോള, ഒരു 2-3 സവോള ചേർത്തു. പിന്നെ അതിലേക്ക് കറിവേപ്പിലയും, പിന്നീട് അതിലേക്ക് ഇതൊന്ന് വഴണ്ട് വന്നതിന് ശേഷം ഉപ്പിട്ട് അടച്ചു വെക്കാം. ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിതാ കുറച്ച് റൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗീ റൈസിന് വേണ്ടിയിട്ട് രണ്ടും കൂടി ഒരുമിച്ചാണ് ചെയ്യുന്നത്. ചിക്കൻ കറിയുടെ ഒപ്പം തന്നെ ഗീ റൈസിൻ്റെ പരിപാടിയും നോക്കുകയാണ്. ഇപ്പോൾ റെഡിയാക്കുന്നത് ഗീ റൈസിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ജീരകശാല റൈസാണ്, സ്മോൾ ഗ്രെയിൻ റൈസാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 3 കപ്പ് റൈസ്. അപ്പോൾ 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ അത്യാവശ്യം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തൊന്നും കൂടി ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് നേരം സവോളയും തക്കാളിയൊക്കെ ഒന്ന് വെന്ത് അലിയട്ടെ. അപ്പോൾ നമ്മുടെ റൈസ്, ഗീ റൈസിൻ്റെ ജീരകശാല റൈസ് നന്നായിട്ട് കഴുകി അതിലെ വെള്ളമൊക്കെ മാറാനായിട്ട് ഒന്ന് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഞാൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി പുരട്ടി കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് പിടിക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കുകയാണ്. കുറച്ച് നേരം കഴിഞ്ഞ് കുക്ക് ചെയ്യാനായിട്ടുള്ള ടൈം ആകുമ്പോഴത്തേനും ഒരു 30 മിനിറ്റ്സെങ്കിലും ഫ്രിഡ്ജിലിരിക്കട്ടെ. അപ്പോൾ കുക്ക് ചെയ്യാനുള്ള ടൈം ആകുമ്പോൾ എടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ടൊമാറ്റോയും അതുപോലെ തന്നെ സവോളയും എല്ലാം, സവോള എല്ലാം ഒന്ന് നന്നായിട്ട് വെന്തലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകപ്പൊടി, ഗരം മസാലപ്പൊടി, ഇത്രയും പൊടികളാണ് ഇട്ട് കൊടുത്തത്. ഇനിയിപ്പോൾ കുറച്ച് നേരം ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് വേവിക്കണം. പൊടികളുടെ പച്ചമണവും കാര്യങ്ങളും ഒക്കെ മാറിയതിന് ശേഷം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഓരോരോ സ്റ്റെപ്പായിട്ട് പെട്ടെന്ന് ഒരുപാട് ധൃതി വെച്ചല്ല, വളരെ റിലാക്സ് ചെയ്തിട്ട് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ലഞ്ച് പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പോൾ ഓരോന്നോരോന്ന് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് നമ്മുടെ ചിക്കൻ, മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ആ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ഒന്ന് ഇളക്കി വിട്ട് എല്ലായിടത്തും എല്ലാം പിടിക്കുന്ന രീതിയിൽ കുറച്ച് നേരം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കാം. നമുക്ക് ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞ് ചിക്കൻ നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി. ആദ്യം ചിക്കനിൽ നിന്നുള്ള വെള്ളം, ചിക്കനിൽ നിന്നും സവോളയിൽ നിന്നും തക്കാളിയിൽ നിന്നുമുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ ആദ്യം ഇറങ്ങി അങ്ങനെ ഒന്ന് സെറ്റാവട്ടെ. അതിന് ശേഷം കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ചൂടുവെള്ളം ഒഴിക്കാം. ഞാൻ ഗ്രേവി എന്ന് പറയുന്നത് ഒരു സെമി ഗ്രേവിയിൽ റെഡിയാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് ചൂടുവെള്ളം ഒഴിക്കുന്നില്ല, ആവശ്യത്തിന് നമുക്കൊരു സെമി ഗ്രേവി കൺസിസ്റ്റൻസിയിൽ നിന്നാൽ മതി. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ഗീ റൈസിന് യൂസ് ചെയ്യാം, ഭയങ്കര ടേസ്റ്റാണ്, ഒരു ചിക്കൻ റോസ്റ്റ് രീതിയിൽ. അപ്പോൾ ഞാൻ ഇന്ന് ശരിക്കും പരിപ്പ് കറി വെക്കുന്നില്ല, ദാൽ കറി വെക്കുന്നില്ല. നമ്മൾ പരിപ്പ് കറിയൊക്കെ എക്സ്ട്രാ വെക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ ഗീ റൈസിന് ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത്, ചിക്കൻ റോസ്റ്റ് പോലെ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു കറി പോലെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഏകദേശം റെഡിയായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം ആവശ്യത്തിന് കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചു. ചിക്കനൊക്കെ അത്യാവശ്യം നന്നായിട്ട് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചിക്കൻ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ ഷെയർ ചെയ്ത് പോകുന്നതാണ്. പിന്നെ ഇന്ന് ഞാൻ ഗീ റൈസ് വെക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു കോംബോ ആയിട്ട് കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിന്ന് ഗീ റൈസും ചിക്കൻ കറിയും കൂടി ഒരുമിച്ച് കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ചിക്കൻ കറി റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഗീ റൈസിൻ്റെ പ്രിപ്പറേഷൻ ചെയ്യാം. അപ്പോൾ ഞാൻ വലിയൊരു പോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു
ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീയും കൂടി ഞാൻ ഇട്ട് കൊടുത്തു. ഗീ എന്ന് പറയുന്നത് ഹോം മെയ്ഡ് ഗീ ആണ്. അപ്പം നാട്ടിൽ നിന്ന് നമ്മൾ പോയിട്ട് വരുമ്പോഴത്തേനും എക്സ്ട്രാ ഗീയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഗീയും അതുപോലെ തന്നെ കോക്കനട്ട് ഓയിലും ചൂടായി വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇന്നൊരു സിമ്പിളായിട്ടുള്ള വളരെ എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന ഒരു ഗീ റൈസാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു അര സവോള തിന്നായിട്ട് കട്ട് ചെയ്തത് നമ്മുടെ ഗീയും കോക്കനട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് വഴണ്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഓരോന്നോരോന്നായിട്ട് ഏലക്ക, അതുപോലെ തന്നെ കുറച്ച് കുരുമുളക്, അതുപോലെ തന്നെ കുറച്ച് ബേ ലീവ്സ്, സിനമൺ സ്റ്റിക്ക്, അങ്ങനെയുള്ള ഓരോരോ ഐറ്റംസ് നമ്മുടെ കയ്യിലുള്ള ഓരോരോ ഫ്ലേവേർഡായിട്ടുള്ള ഓരോരോ സ്പൈസസ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിനുശേഷം പിന്നെ കുറച്ച് കാഷ്യൂനട്ട് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ഇടുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ വറുത്ത് മാറ്റി പ്ലേറ്റിലേക്ക് മാറ്റുന്നില്ല, ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് ഗീയും അതുപോലെ തന്നെ കോക്കനട്ട് ഓയിലും പിന്നെ സവോള, നമ്മുടെ സ്പൈസസ്, കാഷ്യൂനട്ട്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ആ എണ്ണയ്ക്കകത്തും നെയ്ക്കകത്തും കിടന്നൊന്ന് വഴളുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഫ്ലേവർ, നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇനി റെഡിയായി. ചിക്കൻ കറി ഇനിയിപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് നേരം കൂടെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഫ്ലെയിം ഓഫാക്കിയാൽ മതി. നമ്മുടെ ചിക്കൻ കറി ഓൾമോസ്റ്റ് കഴിക്കാൻ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഗീ റൈസിനുള്ള. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ 1-2 കൂട്ടം കാര്യങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഗീ റൈസ് ചിക്കൻ കറി കോമ്പോയുടെ കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സവോള ഇതുപോലെ അരിഞ്ഞത്. അപ്പോൾ വിനാഗിരിയും അതുപോലെ തന്നെ പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് സവോള ഇങ്ങനെ ഒന്ന് ഞെരടിയെടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കേട് വെച്ചിട്ട് ഇക്കായ്ക്കും മക്കൾക്കും വേണ്ടിയിട്ട് വേറെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് വിനാഗറിലിട്ടിട്ടുള്ള കുറച്ച് സവോള അരിഞ്ഞത് ഒന്ന് ഞെരടിയെടുത്തതാണ്. അപ്പോൾ അതും ഒരു സൈഡിൽ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളിന്ന് നെയ്ച്ചോറ് വെക്കുന്നത് വറുത്തിട്ടാണ്. അപ്പോൾ അരി വറുത്തിട്ടാണ് നെയ്ച്ചോറ് വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു 3 കപ്പ് നെയ്ച്ചോറ്, 3 കപ്പ് ജീരകശാല റൈസാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് അരി ഒന്ന് വറുത്ത് എടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ആ ഒരു ലോ ഫ്ലെയിമിൽ, ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് അരി വറുത്തെടുക്കുക. ഒന്ന് റെഡി ആയതിനു ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് അരി ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ അരി റോസ്റ്റ് ആകുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ അതുമാത്രമല്ല, ആ ഒരു പാത്രത്തിൽ അരി തട്ടുന്ന ഒരു സൗണ്ട് ഉണ്ടല്ലോ, ആ ഒരു സൗണ്ടും കൂടി നമ്മൾക്ക് കേൾക്കും. അപ്പോൾ അപ്പോഴാണ് നമ്മുടെ കറക്റ്റ് അരി കുക്കായി എന്നുള്ള ആ ഒരു പരുവം ആകുന്നത്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ 3 കപ്പ് റൈസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ 3 കപ്പ് റൈസിന് ഞാൻ കറക്റ്റ് മെഷർമെൻറ്റ്, അപ്പോൾ 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ കറക്റ്റ് മെഷർ ചെയ്തിട്ടാണ് ഞാൻ വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടുവെള്ളമാണ് ഞാനെടുത്ത് ഒഴിച്ചു കൊടുത്തത്. എനിക്ക് കറക്റ്റ് മെഷർമെൻറ്റ് നോക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതാകുമ്പോഴത്തേനും നമുക്ക് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഈസി ആകും. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യുകയും ചെയ്യാം. നമ്മളിപ്പോൾ നമ്മുടെ ഒരു കൈക്കണക്കനുസരിച്ച്, അമ്മമാർക്കൊക്കെ കൈക്കണക്കിൻ്റെ കാര്യത്തിൽ അവർക്കൊക്കെ കൈക്കണക്കായിരിക്കും. പക്ഷേ എനിക്കൊക്കെ കൈക്കണക്കിനേക്കാളും എനിക്ക് പെർഫെക്റ്റായിട്ട് ഒരു കോൺഫിഡൻ്റ് ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്നത് കറക്റ്റ് അളവുകൾ നോക്കി ചെയ്യുമ്പോഴത്തേനാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഗീ റൈസിൻ്റെ കാര്യങ്ങളും ഞാൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തു. ഇനി അടുത്തത് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ച് കുറച്ച് നേരം കുക്കാവട്ടെ, റൈസ് കംപ്ലീറ്റ് ആയിട്ട് കുക്കാവട്ടെ. ഇപ്പോൾ ഞാൻ വിനേഗറിലിട്ടിട്ടുള്ള സവോളയുടെ കാര്യങ്ങൾ ചെയ്തു. ഇനി ഇക്കാക്കും മക്കൾക്കും വേണ്ടിയിട്ട് അവർക്കിത് വേണം. അപ്പോൾ പ്രത്യേകിച്ച് ഇന്ന് പരിപ്പ് കറിയും കൂടെ വെക്കാത്തത് കൊണ്ട് ഇന്ന് കേടിൽ സവോളയും കുറച്ച് പച്ചമുളകും ഉപ്പും കൂടെ ചെയ്തിട്ട് റൈത്ത പോലെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ലെമൺ പിക്കിളുണ്ടായിരുന്നു, അതും എടുത്ത് ടേബിളിലേക്ക് വെച്ചു. അപ്പോൾ ഞാൻ കിച്ചണിൽ നിന്ന് റെഡിയായ കാര്യങ്ങൾ ഓരോന്നായിട്ട് ടേബിളിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാരങ്ങ അച്ചാറൊക്കെ കഴിയാറായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നാരങ്ങ അച്ചാറും അതുപോലെ തന്നെ നമ്മുടെ സെമി ഗ്രേവി ചിക്കൻ കറി കണ്ടാൽ തന്നെ അറിയാമല്ലോ, ഇന്ന് കുറച്ച് സ്പൈസി ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. കാരണം കേടും പപ്പടവും എല്ലാം കൂടി ആകുമ്പോഴത്തേനും കുറച്ച് എരിവുള്ളതാണല്ലോ ടേസ്റ്റ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഗീ റൈസ് എന്ന് പറയുന്നത്
പതിയെ പതിയെ ആകുകയാണ്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് പയ്യെ സ്ലോ കുക്ക് ചെയ്തിട്ടാണ് റൈസ് റെഡിയാക്കുന്നത്. നമ്മൾ ഹൈ ഫ്ലെയിമിലിടാതെ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് അത് പയ്യെ കിടന്ന് വെന്തോട്ടെ, അതായിരിക്കും ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അരിയുടെ ആ ഒരു റേഷ്യോ അനുസരിച്ച് വെള്ളം എടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ പിന്നെ നമുക്ക് കൺഫ്യൂഷനൊന്നുമില്ല, നല്ല കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ അതങ്ങ് ആയിക്കോളും. പിന്നെ നമ്മുടെ റൈസ് ആയി വരുന്നുണ്ട്. ഓരോരോ സ്റ്റേജ് കണ്ടല്ലോ. അപ്പോൾ റൈസ് എന്ന് പറയുന്നത് വെൽ കുക്ക് ആയി വരുന്നുണ്ട്. ഇപ്പോൾ ഇനിയും കുറച്ച് നേരം കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. നമുക്ക് നമുക്ക് റൈസ് കഴിച്ച് നോക്കുമ്പോഴത്തേനും അത് പെർഫെക്റ്റ് കുക്കായെന്ന് മനസ്സിലാവും. ഇപ്പോൾ നോക്കിയപ്പോഴത്തേനും ഓക്കെ, കുഴപ്പമില്ല, ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ്സും കൂടി ഇരുന്നാൽ മതി. അപ്പോൾ റൈസിന് കുറച്ചും കൂടെ, നമ്മുടെ നെയ്ച്ചോറിന് കുറച്ചും കൂടെ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് ഞാൻ കുറച്ചും കൂടെ ഒരു ടീസ്പൂൺ ഗീയും കൂടി ഞാൻ ആഡ് ചെയ്തിട്ട് ഒന്ന് അടയ്ക്കുകയാണ്. അതൊന്ന് മെൽറ്റ് ആയതിനു ശേഷം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഇത് ഞാൻ കഴിഞ്ഞ വീക്കെൻഡിൽ വെച്ച ഒരു ഗീ റൈസ് കോംബോ ആണ്. അപ്പോൾ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ കാരണം കുറച്ച് ലേറ്റായിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ നമ്മുടെ കഴിക്കാനുള്ള ഐറ്റംസ് എല്ലാം ഞാൻ ടേബിളിലേക്ക് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറെന്ന് പറയുന്നത് നമുക്ക് പല റൈസിൽ വെക്കാം. എങ്കിലും ജീരകശാല റൈസിൽ നെയ്ച്ചോറ് വെക്കുമ്പോൾ, ഗീ റൈസ് വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഇടയ്ക്ക് ഞാൻ ബസ്മതി റൈസിലും വെക്കാറുണ്ട്, അതും നല്ല ടേസ്റ്റാണ്. ഇടയ്ക്ക് നമുക്കൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ബസ്മതി റൈസിലും വെച്ചെടുക്കാമല്ലോ. അപ്പോൾ നമ്മുടെ സെമി ഗ്രേവി ചിക്കൻ്റെ ഫോം കണ്ടോ. അപ്പോൾ ചിക്കൻ എന്ന് പറയുന്നത് നമുക്ക് പരിപ്പിന്ന് വെച്ചിട്ടില്ല എങ്കിൽ പോലും ഞാൻ കുറച്ച് തിക്കായിട്ടാണ് ചിക്കൻ കറി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ വെക്കുന്നതിന് ഒരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ നെയ്ച്ചോറ്, അപ്പോൾ നല്ല കൊക്കനട്ട് ഓയിലിൻ്റെയും അതുപോലെ തന്നെ നല്ല നെയ്യ്, നമ്മുടെ വീട്ടിലെടുത്ത ഹോം മെയ്ഡ് നെയ്യുടെയും അതുപോലെ തന്നെ കാഷ്യൂനട്ടും സവോളയും സ്പൈസസും എല്ലാം കൂടെ ചേർന്നിട്ട് നല്ല, പ്രത്യേകിച്ച് ജീരകശാല ആ റൈസ് ഉണ്ടല്ലോ, ആ റൈസ് തന്നെ ഒരു പ്രത്യേക ഫ്ലേവറാണ്. ആ റൈസിന് തന്നെ നമ്മളൊന്നും ചേർത്തില്ലെങ്കിൽ തന്നെ ആ റൈസ് വെറുതെ വേവിച്ചാൽ തന്നെ ഒരു പ്രത്യേക ഫ്ലേവറാണ്, പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ പപ്പടം പൊരിച്ചു, അതുപോലെ തന്നെ നമ്മുടെ കഴിക്കാനുള്ള ഐറ്റംസ് എല്ലാം ടേബിളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇക്കാക്കും മക്കൾക്കും ഉള്ളത് അവരെടുത്ത് കഴിച്ചോളും. പിന്നെ എനിക്കുള്ള ലഞ്ച് വിളമ്പുന്നതും കഴിക്കുന്നതും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട്, ഇക്കാക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ ഇക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചൂട് നെയ്ച്ചോറ് എടുത്തു. ചൂട് നെയ്ച്ചോറ്, നല്ല സ്മെല്ല്, നല്ല ഫ്ലേവർ ഉണ്ട് കേട്ടോ. ഇതെന്ന് പറയുന്നത് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു ഗീ റൈസ് അല്ല, വളരെ ഈസി ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു ഗീ റൈസാണ്. കാര്യം ഞാൻ ഇടയ്ക്ക് ഗീ റൈസ് വെക്കുമ്പോഴത്തേനും ഒരുപാട് ഫ്രൈഡ് ഓണിയനൊക്കെ ചേർത്തിട്ട് അങ്ങനെ അങ്ങ് വെക്കാറുണ്ട്. നമ്മൾ കശുവണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ചേർത്തിട്ട് അങ്ങനെ വേറൊരു ഫോമിൽ, അത് കുറച്ചും കൂടെ ടൈം എടുക്കും. ഇതെന്ന് പറയുന്നത് വളരെ ചെറിയ ടൈം കൊണ്ട് നമ്മൾ തട്ടിക്കൂട്ടി റെഡിയാക്കി, എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഗീ റൈസ്. പിന്നെ ഞാനിത് കൈകൊണ്ട് എടുക്കുന്നത് ഇതെനിക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഈ സവോള അരിഞ്ഞത്, ഈ കേടാണ് ബാക്കി എല്ലാവരും കൂട്ടുന്നത്. അപ്പോൾ ഞാൻ നെയ്ച്ചോറെടുത്തു, എനിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ കറി എടുത്തു, കുറച്ച് സവോള അരിഞ്ഞത്, കുറച്ച് കേട്, ഒരു പപ്പടം, പിന്നെ ആവശ്യത്തിന് ലെമൺ പിക്കിൾ. അപ്പോൾ പരിപ്പെന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഗീ റൈസിൻ്റെ കൂടെ തേങ്ങ അരച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ പരിപ്പ് കറി വെക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ലഞ്ച് ഞാനെല്ലാം പ്ലേറ്റിലേക്ക് വിളമ്പിയിട്ടുണ്ട്. അപ്പോൾ ഗീ റൈസും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കറിയും പപ്പടവും സവോളയും കേടും അച്ചാറും എല്ലാം ചേർത്തിട്ട് ഒരു പിടി പിടിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ലഞ്ച് വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്പെഷ്യലായിട്ടുള്ള ഗീ റൈസും ചിക്കൻ കറിയും അതിൻ്റെ കോംബോ, ഗീ റൈസ് ചിക്കൻ കറി കോംബോ ആയിരുന്നു എൻ്റെ കഴിഞ്ഞ വീക്കെൻഡ്സിൽ ഞാൻ ലഞ്ച് സ്പെഷ്യലായിട്ട് കുക്ക് ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കോമൺ ആയിട്ട് എല്ലാവരും വെക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഈ ഒരു ഗീ റൈസ് അല്ലെങ്കിൽ ചിക്കൻ കറി എന്ന് പറയുന്നത്. പിന്നെ
ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുമെങ്കിൽ ബാച്ചിലേഴ്സിന് അതുപോലെ തന്നെ കുക്കിംഗ് പഠിച്ചു വരുന്നവർക്കൊക്കെ ഈ വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ടേസ്റ്റി ആയിട്ടുള്ള ലഞ്ച് കഴിക്കട്ടെ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഈ കൊക്കനട്ട് ഓയിലും അതുപോലെ തന്നെ ഗീലും ഒക്കെ റെഡിയാക്കി എടുക്കുന്നത് കൊണ്ട് തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഈ ഒരു ജീരകശാല റൈസിൽ ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.